സമസ്ത ലീഗ് തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികൾ കോഴിക്കോട് ആദർശ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത്. സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ പുതിയ താൽക്കാലിക സംഘവും സമ്മേളനത്തിൽ രൂപീകരിച്ചു. സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ പ്രചാരണം നടത്തുകയാണ് സമിതിയുടെ ലക്ഷ്യം. സമസ്തയുടെ ആരെങ്കിലും അങ്ങനെ പറയുന്നില്ല, സമസ്ത അങ്ങനെ പറയുന്നില്ല. കുറച്ച് ആളുകൾ സ്റ്റേജിൽ കയറി അങ്ങനെ പറയുമ്പോൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ആ ഒരു ഡാമേജ് അത് സാധാരണക്കാരായ ആളുകൾ സഹിക്കില്ല. അത് സമസ്തക്കെതിരെ വികാരമായി വന്നേക്കാം. അങ്ങനെ വന്നേക്കാൻ അവസ്ഥയുള്ളപ്പോൾ അതിനെ ചെറുക്കൽ ആവശ്യമാണ്. അപ്പൊ അതിനെ ചെറുക്കുകയും ജനങ്ങളെ സമസ്തക്കൊപ്പം നിർത്തുകയും ഒരു ചിഹ്നഭിന്നമായ അവസ്ഥ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന സതുദ്ദേശം മാത്രമേ ഇതിലുള്ളൂ. അതോടൊപ്പം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പ്രചാരണം നടത്തിയ സമസ്ത മുഷാവർ അംഗം ഉമ്മർ ഫൈസി മുക്കത്തിനെതിരെയും സുപ്രഭാതം പത്രത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമ്മേളനത്തിൽ പ്രമേയവും പാസാക്കി. ഉമ്മർ ഫൈസിയെ സമസ്ത മുഷാവർ അംഗത്തിൽ നിന്നും നീക്കണം, സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണമെന്നും പ്രമേയത്തിൽ പറയുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം വിഭാഗീയത വളർത്തുന്നതാണ്. വർഗീയത വളർത്തുന്ന പരസ്യം പ്രസിദ്ധീകരിച്ചത് പത്രത്തെ സ്നേഹിക്കുന്നവരെ പ്രതിസന്ധിയിലാക്കി. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തി പത്രത്തെ സ്ഥാപിത ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സംവിധാനമുണ്ടാക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. അവരൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പോൾ കാര്യമായ ആലോചനയിലൂടെ ഒരു തീരുമാനം എടുക്കുള്ളൂ. ഞങ്ങളെന്ന് പറയുമ്പോൾ മുഷാവർ തീരുമാനിക്കുന്നില്ല. പിന്നെ സുപ്രഭാതത്തിനെതിരെ ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. സുപ്രഭാതം ഈ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വർഗീയത വളർത്തുന്ന തരത്തിലുള്ള പരസ്യം നൽകി. ബഹുമാനപ്പെട്ട സംസ്ഥക്കാരുടെ ജനത്തിലുള്ള സംസ്ഥയുടെ കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം ഒരു പൊതുപത്രം എന്ന നിലയിൽ രൂപീകരിച്ച പ്രസ്ഥാനമാണ്. അത് ഇവരുടെ പ്രവൃത്തി കൊണ്ട് സുപ്രഭാതം അപഹാസ്യമാകുന്നുണ്ട്. അതിനെതിരെയും ഞങ്ങൾ പറയുന്നുണ്ട്. SYS നേതാക്കളായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, MC മായിൻ ആജി, ഓണപ്പിള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതുപോലെ ഈ പാലക്കാട് ഇലക്ഷനിൽ തനിച്ച വർഗീയത തുപ്പുന്ന സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സമുദായ സൗഹാർദ്ദം നിലനിർത്തുക. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഘടകവിരുദ്ധമായി വമ്പിച്ച തോതിൽ കോൺഗ്രസിലേക്ക് BJPയുമായും RSSുമായുമുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് കോൺഗ്രസിലേക്ക് കടന്നു വന്ന സന്ദീപ് വൈദ്യർ അവരുടെ ഒരു RSS പ്രവർത്തകന്റെ കാക്കി ട്രൗസറിൽ അവതരിപ്പിക്കുകയാണ്. RSS കാക്കി ട്രൗസർ അദ്ദേഹം ഇട്ടിട്ട് ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന വെക്കേടിനെ വിൽക്കുന്നത് അറിയില്ല. അതുകൂടാതെ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് SKSSന്റെ ഒരു സംസ്കൃത സെമിനാർ നടത്താൻ തീരുമാനിച്ചു. അതിന്റെ പ്രസിദ്ധീകരണങ്ങൾ വന്നപ്പോ അതിൽ കുറെ ആളുകളുണ്ട്. ഉമർ ഫൈസി, അമീദ് ഫൈസി, സത്താർ ബന്ദൂരി, OP അഷ്റഫ് തുടങ്ങിയ കുറെ ആളുകളുടെ പേര് അതിലുണ്ട്. സമസ്തയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് തന്റെ നാക്കും ശരീരവും എല്ലാം ചെലവാക്കുന്ന അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, ഓണപ്പള്ളി മുഹമ്മദ് ഫൈസി, നാസർ ഫൈസി കൂടത്തായി, ഇവിടെ ഉത്തനഴി, കല്ലായി അബൂബക്കർ റഹ്മാൻ, പിന്നെ ഇതിനെ ഞാൻ ഉൾപ്പെടെ ആരും അതിലില്ല. അപ്പൊ ഞങ്ങൾ ആലോചിച്ചത് നമ്മൾ സംസ്കൃതമായ ഒരു ഭാഗത്തിൻ്റെതല്ലോ. നമ്മൾ സംസ്കൃതയുടെ പേര് നല്ല സംസ്കൃതയുടെ ലോകം എന്നൊരു സെമിനാർ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ച് അത് പത്രത്തിൽ കൊടുത്തു. ആ പ്രസിദ്ധീകരണം വന്നോട്ടാൽ തന്നെ ഉസ്താദ്മാർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇത് രണ്ടും വേണ്ട, അതെല്ലാം നിർത്തി വെക്കണം. നമുക്ക് പറഞ്ഞ് സെറ്റിൽ ചെയ്യാം, വളരെ നല്ലത്. ഞങ്ങളത് പറയുന്നതിന് മുമ്പ് നിർത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങളത് നിർത്തി. അവരിങ്ങനെ പ്രമേയം പാസ്സാക്കിക്കൊണ്ടേയിരുന്നു. സമാധാനം കൊണ്ടുവന്നത് തകർത്തു നിർത്തി ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളൊരക്ഷരം പറഞ്ഞില്ല. പിന്നീട് ഉസ്താദ്മാരോട് പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾക്ക് നിർത്തി എന്നാണ് തീരുമാനം എന്ന് പറഞ്ഞു. പിന്നീട് അവര് ഉസ്താദ്മാര് ഇത് പറഞ്ഞ് അവിടെ നിൽക്കാൻ ഞങ്ങൾ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവിടെ നിൽക്കുകയാണ്. അതിനിടയിൽ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതേ സെമിനാർ അവര് ഇതേ പറഞ്ഞ ആളുകളെ വെച്ച് അത് നടത്തി. ഞങ്ങളത് പരസ്യമായി പ്രതികരിച്ചില്ല. അത് അവിടെ നിൽക്കട്ടെ, ഉസ്താദ്മാരെ വെച്ച് പറയുമ്പോൾ പറയാൻ. പിന്നെ ഇപ്പോ നടത്തുന്നു ആദർശ സമ്മേളനങ്ങൾ. അത് SKSS ആദർശ സമ്മേളനം, SYS ആദർശ സമ്മേളനം എന്നൊക്കെ പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ആദർശം എന്ന് പറഞ്ഞാൽ എന്താ? വിദയി പുത്തൻ പ്രസ്ഥാനങ്ങൾക്ക് എതിരായതാണ് നമ്മുടെ ആദർശം. യഥാർത്ഥ പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ അതിന്റെ തനതായ രൂപത്തിൽ അവതരിപ്പിക്കുകയും സമൂഹത്തിന് പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ആദർശം.
അതിലപ്പുറത്തൊന്നുമില്ല. എന്നാൽ ഈ ആദർശ സമ്മേളനത്തിൽ ഒരക്ഷരം മുജാഹിദിനോ ജമാഅത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധേയ പ്രസ്ഥാനത്തിനോ എതിരെ ഒരക്ഷരം ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് ഒരക്ഷരം, ഞാൻ വേറെ പറയാം. അതിൽ കാര്യമായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ, അവിടുത്തെ കാളിയത്തിന്, മുസ്ലിം ലീഗിനെ, ചന്ദ്രലീഗിനെ ഒക്കെ പറയാനാണ് ആ ആദർശ സമ്മേളനം നടത്തുന്നത്. കോഴിക്കോട്ട് നടന്നു, കണ്ണൂർ നടന്നു, കാസർഗോഡ് നടന്നു, ചെറുപൂർ നടന്നു, മലപ്പുറത്ത് നടന്നത് ഇങ്ങനെ നടക്കുക. അത് നിൽക്കുന്നില്ല. അതിനിടയിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അവരുടെ, സയ്യിദുൽ ഉലമാ ജിഫ്രി തങ്ങൾ അവരുടെ കണ്ടു. ഞാനതിൽ കണ്ട് ഈ സംഗതി ബഹുമാനപ്പെട്ടവരുടെ മുമ്പാകെ അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞാൻ അടിയന്തരമായി നിങ്ങളിൽ നിന്നും അവരിൽ നിന്നും കുറച്ച് ആളുകളെ വിളിച്ച് ഈ വിഷയം നമുക്ക് ഉടനെ അവസാനിപ്പിക്കാം. നിങ്ങൾ എനിക്ക് ഒരാഴ്ച സമയം തരണം. ഒരാഴ്ച കഴിഞ്ഞു, നിവൃത്തിയാവുന്നുമില്ല. ഞങ്ങൾ മെഞ്ഞാന്നിന്റെ തലേന്ന് തിങ്കളാഴ്ച യുവറാജിണ്ടായിരുന്നു, മലയമ്മ അബൂബക്കർ സലീമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ആളുകൾ, 10-12 ആളുകൾ, ഉണ്ടായിരുന്നു, സർഫേജുണ്ടായിരുന്നു, 10-12 ആളുകൾ ഞങ്ങള് കൂടിച്ചേർന്ന് ഈ ഒരു സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റൂലല്ലോ. സുപ്രഭാതം ഞാൻ ഓരോ തെരഞ്ഞെടുപ്പിനും പരസ്യം കൊടുക്കാം. പരസ്യം കൊടുക്കേണ്ട ഒരാവശ്യം ആ പത്രത്തിലില്ല. കാരണം എന്താ വെച്ചാൽ വർഷം കൈത്താങ്ങ് നടന്ന് പിരിവിരിക്കണമെന്നുണ്ട്. അതിൽ 50% പ്രസിദ്ധീകരണത്തിനാണ്. പ്രസിദ്ധീകരണം ഇതല്ലാത്ത വേറൊരു പ്രസിദ്ധീകരണ സംസ്ഥക്കില്ല. നമ്മൾ കൊടുക്കുന്ന കൈത്താങ്ങിന്റെ 50% ഇങ്ങോട്ട് പോവുക. പിന്നെന്തിനാ വേറെ പരസ്യമാകണം? സാധാരണ നോർമൽ പരസ്യമാകാം. എന്തിനാ ശത്രുക്കളുടെ പരസ്യം കൊണ്ട് നമ്മൾ നടത്തുന്നത്? ശത്രുവിന്റെ പരസ്യത്തിന്റെ ഒരാവശ്യമില്ലാത്തൊരു പത്രമാണ് സുപ്രഭാതം. ഈ സർവേയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ കേരളത്തിലെ പൊതുവായ 100 പ്രധാനപ്പെട്ട ഒരുമാന്റെയും ഉമ്രാന്റെയും കൂടിച്ചേർത്ത് നടത്തുക. എന്നിട്ട് ആദ്യം അവരെ മുമ്പാകെ വെക്കാം. എന്നിട്ട് അവരുടെയും കൂടി അഭിപ്രായം പരിഗണിച്ച് നമ്മുടെ ഭാവി പരിപാടികൾ തീരുമാനിക്കാം എന്ന് തീരുമാനിച്ചു. എന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച, അന്ന് ചൊവ്വ, ബുധൻ, വ്യാഴം, ഇന്ന് വ്യാഴാഴ്ച, കൃത്യം 2 ദിവസം മുമ്പ് തീരുമാനിച്ചു. ഇപ്പൊ വന്നിരിക്കുന്ന 100 ആൾ തന്നെ അതിന്റെ ഇരട്ടിയിലധികം ആളുകളാ ഇവിടെ പങ്കെടുത്തത്. ഞങ്ങളുടെ ആസൂത്രണത്തോടുകൂടി ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ കോഴിക്കോട് സ്ഥലമതിയാവുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ബന്ധപ്പെട്ടവരോട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ ആദർശ സമ്മേളനമൊക്കെ നടക്കുന്നത് പോലെ പൊട്ടിഘോഷിച്ച് നടക്കുകയാണെങ്കിൽ കോഴിക്കോട് മതിയാവില്ല. അത്രയധികം നിരാശരായ സുന്നത്ത് ജമാഅത്തിന്റെ അണികൾ കേരള സംസ്ഥാനത്തിൽ ഉണ്ടാകെ നിൽക്കുക. കുറച്ച് ആളുകൾ സമസ്തയുടെ പേരിൽ കുറച്ചാൾ, ഇത് തന്നെയായിരുന്നു 89 സംഭവിച്ചത്. 89 സംഭവിച്ചപ്പോ കുറച്ചാളുകൾ ശ്രമത്തിന് പോയി, അവർ വേറെയായി. എന്നിട്ട് ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരാൾ പറയാം, മുതൽക്കോട്ട് എന്ന് ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് പഠിച്ചത് അവരെടുത്തതാണ്. ഇതിൽ നിന്ന് ശംസുലമ പുറത്താക്കി വേറെ പോയ ആളുകൾ, ശംസുലമക്ക് വേണ്ടാത്ത ആളുകളിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് പഠിച്ചവർ സമസ്തയിൽ വേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ പറയാനുള്ളത് ശംസുലമ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് മതി സമസ്തയുടെ അനുയായികൾക്ക്. അതല്ലാത്ത എന്തിനാ ഞങ്ങൾ അവരിൽ നിന്ന് ആ സുന്നത്ത് ജമാഅത്ത് പഠിച്ചത് എന്ന് ഉറപ്പില്ലാതെ പറയാം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, 20 മിനിറ്റായി ഇരിക്കുകയാണ് ഇവിടെ അനുവദിച്ചത്. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോ നമ്മൾ ഇതൊരു തുടക്കമാണ്. എനിക്ക് വിനീതമായി ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് അപേക്ഷിക്കാനുള്ളത് എത്രയും വേഗം പരിഹരിക്കും. പാണക്കാട് തങ്ങന്മാരെ സമസ്തയുടെ പേരിൽ കുത്താനും ചവിട്ടാനും മേലിൽ നിലകൊണ്ടാൽ ആ നിലകൊള്ളുന്നവരാരോ അവരെ നിലക്ക് നിർത്തും. ഞങ്ങൾ അതാ ഞങ്ങൾ പറയണം. എനിക്ക് പറയണം, അവരെ നിലക്ക് നിർത്തും. പാണക്കാട് ശ്രീധന്മാർ ജനലക്ഷങ്ങളുടെ ജനകോടികളുടെ നേതാവാണ്. എല്ലാവരും ആദരിക്കുന്ന നേതാവാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ക്രിസ്ത്യൻ പാതിരി പറയുകയാണ്, ഈ പാണക്കാട്ട് തങ്ങളുടെ, ഈ ഇരിക്കുന്ന തങ്ങളുടെ ജ്യേഷ്ഠൻ ഉണ്ടായത് കൊണ്ടാണ് ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് കേരളം കത്താതെ നിലനിന്നത്. ഈ മഹാനും അതുപോലെ അത് നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അത് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹം പങ്കെടുത്ത സദസ്സിൽ പങ്കെടുക്കാനായി എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്.
എത്രണ്ണ പറഞ്ഞത്. ഇങ്ങനെ ഒട്ടാകെ ജനങ്ങളൊട്ടാകെ ബഹുമാനിക്കുന്ന മാണക്കാട് തങ്ങളെ ആർക്കെങ്കിലും പറഞ്ഞ് എഴുതി കളയാമെന്ന് വിചാരിച്ചു വെച്ചാൽ അത് കൂതി മാത്രം നടക്കുകയില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം എന്താണ്? ഞാൻ എന്റെ വാക്ക് സുദീർഘമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ സാഹചര്യം എന്താണ്? 35 കൊല്ലം മുമ്പ് ഇങ്ങനെ ശംസുലമക്ക് സുന്നത്തമായത്തിന്റെ ശതമാനം കുറഞ്ഞു, സുന്നത്തമായത്തിന്റെ വോൾട്ടേജ് മഹാനവർത്ത് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമസ്ത കേന്ദ്രീയമായി നിന്ന് നീക്കം ചെയ്യപ്പെട്ട ആൾക്കാർ 35 വർഷം മുമ്പ് അവരെടുത്ത ചില ആയുധങ്ങൾ എടുത്തുകൊണ്ട് സമൂഹത്തില് പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു ചെറുവിഭാഗം നമ്മുടെ കൂട്ടത്തിലുള്ള യുവജന വിദ്യാർത്ഥികളിൽ നിന്ന് എന്നുണ്ടായിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കൂടിയിരിക്കുന്നത് ബഹുമാന്യനായ ഉമറാക്കന്മാരാണ് അധികവും. ഈ ഉമറാക്കന്മാർ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വരാനിരിക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ ഇടയിലുള്ള ചില, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വിദ്യാർത്ഥികളും ചില യുവജനങ്ങളും സമൂഹത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമായുടെ പ്രകടനപ്രകാരവും കീഴ്വഴക്കപ്രകാരവും ഇതുവരെ നടന്നു പോകുന്ന ആ വഴിയെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് 35 കൊല്ലം മുമ്പ് എന്തിനു വേണ്ടി ഇവിടുന്ന് പിരിഞ്ഞു പോയവോ അവരൊക്കെ ഏതൊരു പാതയിലാണ് സഞ്ചരിക്കുന്നുവോ ആ പാതയിലേക്ക് നമ്മളിൽ നിന്ന് ചില ആൾക്കാരെ തന്നെ കൊണ്ടുപോകാനുള്ള വളരെ ഗുണമായിരിക്കുന്ന ശ്രമത്തിലാണുള്ളത് എന്ന് മഹലിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമുക്കിടയിലുള്ള ഇത്തരം വിവേകമില്ലാത്ത ചില ആൾക്കാരുടെ പ്രവർത്തനം മുഖേന നമ്മുടെ നേതാക്കന്മാർ തന്നെ വളരെ വിഷമിച്ചുകൊണ്ടാണ് കഴിയുന്നത്. നേതാക്കന്മാർക്ക് തന്നെ വളരെ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചുകൊണ്ടാണ് അത്തരം ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പത്രത്തിൽ തന്നെ നേതാക്കന്മാർ ഒരു വേള പറയുന്നു, ചില പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ വന്ന ലേഖനങ്ങളുമായി അല്ലെങ്കിൽ വാർത്തയുമായി അതല്ലെങ്കിൽ ചില ആൾക്കാരുടെ മുഷാവറയിലുള്ള ചില ആൾക്കാരുടെ പ്രസംഗവുമായി ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ നമുക്ക് ബന്ധമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ മഹാനായിരിക്കുന്ന ശംസുലമയും മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദും മഹാന്മാരായിരിക്കുന്ന കെ വി ഉസ്താദും മഹാന്മാരായിരിക്കുന്ന കോർത്തുമൽ ഉസ്താദും മഹാനായ കെ അബൂബക്കറും മഹാനായിരിക്കുന്ന കെ ടി മാനുഷ്യാനും ബഹുമാനപ്പെട്ട മുൻകഴിഞ്ഞ നമ്മുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഈ സമൂഹത്തെ നയിച്ചു വന്ന ഒരു മാതൃകയുണ്ട്. മഹാന്മാരായിരിക്കുന്ന സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട റാഫിഖ് തങ്ങൾ, ബഹുമാനപ്പെട്ട മർഹൂം പൂക്കോയ തങ്ങൾ, മഹാനായിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാന്മാരായിരിക്കുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാനായിരിക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ആ പാലക്കാട് കുടുംബവും നമുക്ക് കാണിച്ചു വന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നമ്മൾ ഉറച്ചുകൊണ്ട് ഈ സമൂഹത്തിനെ നയിക്കാൻ, സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ
ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുലമായുടെ പുറകിൽ അണി ഉറപ്പിച്ചുകൊണ്ട് നിന്ന് മുന്നോട്ട് പോകണം. ഒരു കാര്യം ഉറപ്പാണ്, ഈ മഹത്തായ സംഘടനക്കുള്ളിൽ വന്നുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി സമൂഹത്തെ രണ്ട് തരത്തിലാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരുങ്ങി പുറപ്പെട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് ഈ സമുദായത്തിലുണ്ടായ ഐക്യത്തെ കത്തിവെക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമങ്ങളുടെ വിലപ്പോവുകയില്ല എന്ന് ഈ യോഗം അവരെ അറിയിക്കാൻ നമുക്ക് ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്തക്ക് വേണ്ടി, നമ്മുടെയൊക്കെ മഹല്ലിനെ വളരെ നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്കൊക്കെ കഴിയണം.